പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഫോം എല്ലാവർക്കും കിട്ടിക്കാണും. ഇനി കിട്ടാത്തവർക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ BLOമാരാണ് നമ്മുടെ വീടുകളിൽ ഇത് എത്തിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് വേണ്ടത് 2002 SIR ലിസ്റ്റിലെ നമുക്ക് പേരുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം അത് എടുക്കണം. എന്തായാലും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ, കൃത്യമായി പൂരിപ്പിച്ച് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നോക്കുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതുവഴി നോക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയി SIR 2025 ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആദ്യം നമുക്ക് ആ ഡീറ്റെയിൽസ് എടുക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം വേണം ഇത് ഫോം പൂരിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ആ ഒരു ലിങ്ക് ടച്ച് ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഡിസ്ട്രിക്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ജില്ല ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൻ്റെ പേരാണ്. ഇപ്പോൾ ഉള്ള മണ്ഡലത്തിൻ്റെ പേരായിരിക്കത്തില്ല, മുമ്പ് നമുക്ക് അന്ന് 2002 ആ മണ്ഡലത്തിൻ്റെ പേര്. അപ്പം നമുക്ക് ആ നേരത്തെ ഉള്ള മണ്ഡലം മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ മണ്ഡലം തന്നെ തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ നമ്മളുടെ മുൻപ് 2000 ഉണ്ടായിരുന്ന മണ്ഡലത്തിൻ്റെ പേര് മാറി വേറെ ഇപ്പോൾ പുതിയ മണ്ഡലത്തിലാണെങ്കിൽ നമ്മൾ ആ പേര് സെലക്ട് ചെയ്യണം. അപ്പോൾ അത് അറിയാൻ വയ്യാത്തവർ നിങ്ങളുടെ മണ്ഡലം ഏതാണെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു ഫോമിൻ്റെ കൂടെ, നമ്മുടെ ഈ ഫോമിൻ്റെ കൂടെ, എന്യൂമറേഷൻ ഫോമിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഏറ്റവും മുകളിൽ തന്നെ ഈ BLOയുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും നിങ്ങളുടെ മണ്ഡലം 2002 മണ്ഡലം ഏതായിരുന്നു എന്നുള്ളത്. ഇപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ നിലവിലുള്ള മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായംകുളമാണ്. പക്ഷേ അന്ന്, അതായത് 2002 എൻ്റെ ഇത് മണ്ഡലം എന്ന് പറഞ്ഞാൽ മാവേലിക്കരയായിരുന്നു. അപ്പോൾ ഞാൻ മാവേലിക്കര എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഈ മാവേലിക്കര മണ്ഡലത്തിൽ ഉൾപ്പെട്ട നമ്മുടെ സ്കൂളുകൾ, നമുക്ക് നമ്മൾ തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്കൂള് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം, അത് നമ്മുടെ ഇവിടെ പേര് കണ്ടിരിക്കും. അപ്പോൾ ഇത് നമുക്കിങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഞാൻ വോട്ട് ചെയ്യുന്ന ആ സ്ഥലം കണ്ടെത്തി. ഇവിടെ നമുക്ക് ഓരോ ഭാഗം എഴുതിയിരിക്കും. നമ്മുടെ ആ സ്കൂളിൻ്റെ വടക്ക് ഭാഗം, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ കിഴക്ക് അല്ലെങ്കിൽ തെക്ക് എന്നൊക്കെ കാണും. അപ്പം നമ്മളുടെ ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന BLOയോട് ചോദിച്ചാലും അറിയാൻ പറ്റും. അതുമല്ലെങ്കിൽ നമ്മൾ അത്രയും ഭാഗവും ഓപ്പൺ ചെയ്യും. ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു PDF ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിപ്പം ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇവിടെ നമുക്കിത് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഇതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാമെന്ന് പറയാം. കാരണം പേര് നോക്കി വരുമ്പോൾ കുറേ താമസം വരും. അതിന് നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് വെച്ചാണ് പെട്ടെന്ന് നമുക്ക്. ഇവിടെ ഞാൻ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ എനിക്ക് വീട്ടുപേര് കിട്ടി. അപ്പോൾ ചില ആളുകൾക്ക് ഒരേ വീട്ടുപേരിൽ തന്നെ പല ഇത് കാണും. എങ്കിലും ആ വീട്ടുപേര് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അവിടെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം നമ്മളിങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കാരണം എപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോകേണ്ട കാര്യം പിന്നീട് നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഈ ഫോം പൂരിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ഒരു ഫോമിനോടൊപ്പം 2 ഫോമാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 2 ഫോമിൽ ഒരു ഫോമാണ് പൂരിപ്പിച്ച് കൊടുക്കേണ്ടത്. ഒരു ഫോം നമ്മുടെ കയ്യിൽ വെക്കുന്നതിന് വേണ്ടിയാണ്. കാരണം എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വീണ്ടും ഇത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കിട്ടുന്ന ഫോം ഒരു 1-2 കോപ്പി എടുക്കുക. എന്നിട്ട് ആ കോപ്പിക്കകത്ത് ആദ്യം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അതിനുശേഷം അതെല്ലാം ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടും ഒറിജിനൽ അതിലോട്ട് പകർത്തി എഴുതുക. ഓക്കെ.